തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ കെ സുരേന്ദ്രൻ മാതൃഭൂമി ഇലക്ഷൻ ബസ്സിലടക്കം പറഞ്ഞതാണ് ശക്തമായ സാന്നിധ്യമായി ബി.ജെ.പി. അല്ലെങ്കിൽ എൻ.ഡി.എ കേരള നിയമസഭയിൽ ഇത്തവണ ഉണ്ടാകുമെന്നത്. അതിപ്പോൾ കൃത്യമായി വരികയാണ്. 3 പ്രതിനിധികൾ എൻ.ഡി.എയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അപ്പോൾ കെ സുരേന്ദ്രൻ നമ്മളോടൊപ്പം ചേരുകയാണ്. താങ്കളുടെ വാക്ക് കൃത്യമായിട്ട്. അല്ല, ഞങ്ങൾ ബി.ജെ.പിയെ ഒരു സീറ്റിലും ജയിക്കില്ല, ഞങ്ങൾ ഇരട്ടപ്പൂട്ടിട്ട് പൂട്ടിയെന്നൊക്കെയാണ് പിണറായി വിജയൻ അടക്കം പറഞ്ഞത്. പ്രതിപക്ഷ നേതാവും പറഞ്ഞു ബി.ജെ.പി ഒരു സീറ്റിലും ജയിക്കില്ല. പക്ഷേ ഈ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരത്തിനിടയിലും ഒരു യു.ഡി.എഫ് തരംഗം സംസ്ഥാനത്ത് അലയടിക്കുമ്പോഴും ബി.ജെ.പി 3 സീറ്റുകളിൽ ജയിച്ചു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇത്രയും വലിയൊരു തരംഗം യു.ഡി.എഫിന് അനുകൂലമായിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ വേറെയും സ്ഥലങ്ങളിൽ ജയിക്കുമായിരുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ, ഒരു ട്രെൻഡ് വരുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗുണം കിട്ടുന്നത് ആർക്കാണ്? പ്രധാന പ്രതിപക്ഷത്തിനാണ്. പക്ഷേ ഇവിടെ 3 സ്ഥലങ്ങളിൽ ഞങ്ങൾ ജയിച്ചു. നല്ല നിലയിൽ ഒരു 3-ാം ശക്തിയുടെ ഉദയം ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, പ്രഗത്ഭരായിട്ടുള്ള 3 നേതാക്കളാണ് ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിയമസഭയെ സംബന്ധിച്ച്, നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ടാണിത്. ഇനിയിപ്പോൾ അവിടെ കേന്ദ്രത്തിൽ നടക്കുന്ന പല കാര്യവും പറഞ്ഞിട്ടും ഒക്കെ ഇവിടെ ഇനി പ്രമേയം പാസ്സാക്കി ഏകകണ്ഠമായ പ്രമേയം അതൊന്നും നടക്കാൻ പോകുന്നില്ല. സംസ്ഥാന നിയമസഭയിൽ ഗൗരവമേറിയ ഒരു പ്രതിപക്ഷം ഉണ്ടാവും, അത് ഉറപ്പാണ്. സാധാരണ എപ്പോഴും മഞ്ചേശ്വരത്തെ ബലം എന്താവും എന്നുള്ളൊരു ചർച്ചയിലേക്കൊക്കെ തന്നെ എല്ലാവരുടെയും കണ്ണുകൾ എത്താറുണ്ട്. പക്ഷേ ഇത്തവണ യു.ഡി.എഫ് വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ? അതിപ്പോൾ പ്രധാന കക്ഷി, അതായത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് 50% വോട്ട് ഒലിച്ചുപോയി. അതായത് നമ്മൾ ഇന്ന് വരെ കാണാത്തൊരു കാര്യമാണ്. ഒരു പാർട്ടി ഒറ്റയടിക്ക് 50% വോട്ട്, ഇപ്പോൾ ഈ കേരളത്തിൽ ഒരു മണ്ഡലത്തിലും അങ്ങനെ പോയിട്ടില്ല. 20,000-ലധികം വോട്ടുകളാണ് LDFൻ്റെ വോട്ടുകൾ പോയത്. അവർ തിരഞ്ഞെടുപ്പ് രംഗത്ത് എവിടെയും പ്രവർത്തിച്ചില്ല. പോളിംഗ് ദിവസം ഒന്നും ഉണ്ടായിട്ടില്ല. രണ്ടാമത് സാമുദായിക ഏകീകരണം, അതുപോലെ തന്നെ SIR-ലുണ്ടായിട്ടുള്ള വോട്ട് ചോർച്ച. ഈ 3 ഘടകങ്ങളാണ് ഇത്തരം വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് അവരെ കൊണ്ടുപോയത്. ഞങ്ങളെ അടിത്തറ വർദ്ധിപ്പിച്ചു. അതേസമയം ഈ ഏകീകരണം എല്ലാ നിലയിലും നടന്നു, നമ്മൾ കണ്ടതാണല്ലോ. പിന്നെ സ്ഥാനാർത്ഥി ആദ്യം തീരുമാനിച്ച ഒരാളെ, അത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. സംസ്ഥാനത്തെത്തിയപ്പോൾ മാറി. SDPI മത്സരിച്ചു. എല്ലാവരും ചേർന്ന്, മതസംഘടനകളെല്ലാവരും ചേർന്ന്, തീവ്ര നിലപാടുള്ളവരെല്ലാം ചേർന്ന് ഒരുമിച്ച് വരുന്നു. പൊളിറ്റിക്കൽ പാർട്ടി അതിൻ്റെ കൂടെ കൂടുന്നു. അപ്പോൾ എല്ലാവരെയും ഒരുമിപ്പിക്കാനുള്ള ഒരു ഏകീകരണത്തിന് വേണ്ടിയുള്ള നല്ല നിലയ്ക്കുള്ള ശ്രമം രാഷ്ട്രീയ പാർട്ടികളും ബാഹ്യശക്തികളും നടത്തി. അതിൻ്റെ ഫലമാണ് കണ്ടത്. പിന്നെ LDF പൂർണ്ണമായിട്ടും കീഴടങ്ങി, UDFന് അനുകൂലമായിട്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 2000-3000 വോട്ട് മറിക്കുകയായിരുന്നു. ഈ പ്രാവശ്യം മൊത്തത്തിൽ മറിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു വലിയൊരു ഡീല് നടന്നു എന്നാണ്. 100%. ഇത്രയും ഭീകരമായൊരു മറിക്കൽ, വോട്ട് കച്ചവടം അല്ലെങ്കിൽ ഒരു ഡീൽ ഇതിനു മുമ്പ് ഒരിക്കലും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. എന്തായാലും നല്ല രീതിയിൽ ക്രിയാത്മകമായിട്ടുള്ളൊരു പ്രതിപക്ഷമായി NDA മാറുമെന്ന പ്രതീക്ഷ തന്നെയാണ് കെ സുരേന്ദ്രൻ പങ്കുവയ്ക്കുന്നത്. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.